രാഹുൽ ഗാന്ധിക്ക് അടുത്ത പണിയുമായി സംഘപരിവാർ എത്തിയിട്ടുണ്ട്. ഇത്തവണയും സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്ത തന്നെയാണ് രാഹുലിനെ ലക്ഷ്യം വെച്ചവർ പഴറ്റുന്നത്. കൃഷ്ണന്റെ ചിത്രമില്ലാതെ രാഹുൽ ഗാന്ധി ജന്മാഷ്ടമി ആശംസ അറിയിക്കുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഉപയോഗിക്കാത്തത്? സംഘപരിവാർ അനുകൂല വെബ്സൈറ്റായ ഓപ്പ് ഇന്ത്യയിലെ ചോദ്യമാണിത്. ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്താതെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഹിന്ദു വിശേഷ ദിനങ്ങളിലെ ആശംസാ കാർഡുകൾ തയ്യാറാക്കുന്നത് എന്നായിരുന്നു ലേഖനത്തിലെ വിമർശനം. എല്ലാ മതങ്ങളെയും തുല്യമായി ബഹുമാനിക്കുന്ന നിഷ്പക്ഷൻ എന്ന പ്രതിച്ഛായ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇതിനു പിന്നിലെന്നാണ് ഓപ്പ് ഇന്ത്യയുടെ ആരോപണം. ഹിന്ദുമതത്തെ മതേതരവൽക്കരിക്കാനുള്ള ശ്രമമായും അവർ ഇതിനെ വ്യാഖ്യാനിച്ചു. മതമൊരിക്കലും മതേതരമല്ല, ആകാനും പാടില്ല. എന്നാൽ മഹത്തായ പാർട്ടിയുടെ രാജകുമാരൻ തന്റെ മതേതര മുഖം ശക്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ഹിന്ദു ആഘോഷങ്ങളെ മതേതരവൽക്കരിക്കുന്നുവെന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇതേ വാർത്ത ഓപ്പ് ഇന്ത്യയുടെ ഹിന്ദി പതിപ്പിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി തൊപ്പി ധരിച്ച 2 ഫോട്ടോകളാണ് ഇതിനൊപ്പം കൊടുത്തത്. വർഗീയ വിദ്വേഷം നിരന്തരം പ്രചരിപ്പിക്കുന്ന തീവ്ര വലതുപക്ഷ അക്കൗണ്ടായ മിസ്റ്റർ സിൻഹ ആണ് ഈ ആരോപണം ആവർത്തിക്കുന്ന മറ്റൊരു ഹാൻഡിൽ. BJP നേതാവ് ഗിരിരാജ് സിംഗും രാഹുലിനെതിരെ ഇതേ ആരോപണവുമായി രംഗത്തുണ്ട്. ഇവരെ കൂടാതെ നിരവധി സംഘപരിവാർ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു വിരുദ്ധതയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. സത്യത്തിൽ രാഹുൽ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രം പങ്കുവെക്കാറില്ലേ? സത്യം ഇതാണ്. മുൻപും വിവിധ വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നിരന്തരം നുണ പ്രചരിപ്പിക്കുന്ന സംഘപരിവാർ ഇക്കാര്യത്തിലും കല്ലുവെച്ച നുണയുമായാണ് വന്നിരിക്കുന്നത്. ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങളുമായി രാഹുൽ ഗാന്ധി പോസ്റ്റ് ചെയ്ത ട്വീറ്റുകൾ തന്നെ സംഘപരിവാർ ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയിക്കുന്നുണ്ട്. 2019 ജന്മാഷ്ടമി ആശംസകൾ നേർന്ന് അദ്ദേഹം ശ്രീകൃഷ്ണന്റെ ചിത്രം ട്വീറ്റ് ചെയ്തു. നവരാത്രി ദിനത്തിൽ ജാംനഗറിലെ ചണ്ഡി ബസാറിലെ പന്തലിൽ നിന്നുള്ള ചിത്രം രാഹുൽ ഗാന്ധി പങ്കുവച്ചു. 2015 ദുർഗാ പൂജാ ദിനത്തിൽ ഹിന്ദു ദേവതയായ ദുർഗാദേവിയുടെ ചിത്രവുമായാണ് ആശംസകൾ നേർന്നത്. 2021 വിഷു, 2020 ബുദ്ധ പൂർണിമ, 2023 ബസവ ജയന്തി, 2015, 22, 23 ഗണേശ ചതുർത്ഥി, 2020 മഹാവീർ ജയന്തി എന്നിവയ്ക്കും ഹിന്ദു ദേവന്മാരുടെയും ദേവതകളുടെയും ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് രാഹുൽ ഗാന്ധി ആശംസാ കാർഡുകൾ പങ്കുവച്ചത്. അതിനാൽ രാഹുൽ ഗാന്ധി ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഷെയർ ചെയ്യുന്നില്ല എന്ന സംഘപരിവാർ ഹിന്ദുത്വ കേന്ദ്രങ്ങളുടെ ആരോപണം അടിസ്ഥാനരഹിതമാണ്. പലപ്പോഴും രാഹുൽ ഗാന്ധിയെ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തുകയാണ് സംഘപരിവാർ ചെയ്യുന്നത്. ഈ അടുത്ത് ഇതുപോലെ രാഹുലിന്റെ ചിത്രങ്ങൾ വെച്ച് നിരവധി കഥ മെനഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് സംഘപരിവാർ അനുകൂലികൾ. ദിവസങ്ങൾക്ക് മുൻപ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഒരു സ്ത്രീക്കും 3 കുട്ടികൾക്കുമൊപ്പം നിൽക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ചിത്രത്തിലുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഭാര്യയും മക്കളാണെന്ന അവകാശവാദത്തോടെയാണ് പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ പ്രചരണം വ്യാജമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. മഹിളാ കോൺഗ്രസ് ബാരൻ ജില്ലാ പ്രസിഡന്റ് പ്രിയങ്ക നദ്വാനയുടെ മക്കൾക്കൊപ്പം രാഹുൽ ഗാന്ധി എന്ന തലക്കെട്ടോടെ ഒരു വീഡിയോ കണ്ടെത്തിയിരുന്നു. ഇതോടെ രാജസ്ഥാനിലെ ബാരൻ ജില്ലയിലെ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പമുള്ള രാഹുൽ ഗാന്ധിയുടെ ചിത്രമാണ് തെറ്റായ അവകാശവാദത്തോടെ പ്രചരിക്കുന്നതെന്ന് വ്യക്തമായി. സത്യത്തിൽ രാഹുലിനെ തകർക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഇത്തരം വ്യാജ പ്രചരണം നടത്തുന്നവർക്കുള്ളൂ. എന്നാൽ നിമിഷ നേരം കൊണ്ട് ഇതെല്ലാം കള്ളമാണെന്ന് പൊളിയുകയും ചെയ്യുന്നുണ്ട്.